അവിടെ ശക്തരായ പാറാവുകാരുണ്ട്. വശുഹുബ, അവിടെ അഗ്നിയുടെ തീ ഉണ്ടകളുണ്ട്. നമ്മെ നശിപ്പിക്കാനും നമ്മെ പ്രതിരോധിക്കാനും വേണ്ടി തീയുണ്ടകളുണ്ട്. ഇവർ പറയാൻ فمن يستمع الآن يجد له شهابا رصدا. മുമ്പൊക്കെ അങ്ങനെ പോയി പലപ്പോഴും നാം കട്ടുകേട്ടിരുന്നു. എന്നിട്ട് നമ്മുടെ വക്താക്കളായ ജ്യോത്സ്യന്മാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. നാളെ അവന്റെ വീട്ടിൽ എന്തുണ്ടാകും, എന്ത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊക്കെ മലക്കുകളുടെ ചർച്ചയിൽ നിന്ന് ചോർത്തിയെടുത്ത് കട്ടുകേട്ട് അവരുടെ പിശാചുക്കളുടെ, ഭൂതങ്ങളുടെ, ജിന്നുകളുടെ വക്താക്കളായ ജ്യോത്സ്യന്മാരുടെ അടുത്ത് ചെന്ന് ഓതിക്കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇനി അങ്ങനെ കട്ടുകേൾക്കാൻ പറ്റില്ല. നബിയുടെ വരവോടുകൂടെ ജിന്നുകൾ പരസ്പരം പറയാ, ഇനി ആരെങ്കിലും അങ്ങനെ കട്ട് കേൾക്കാൻ ശ്രമം നടത്തിയാൽ അവനെ പ്രതിരോധിക്കാൻ, അവനെ നശിപ്പിക്കാൻ അവന്റെ നേരെ പാഞ്ഞു വരുന്ന അഗ്നിജ്വാലകളുണ്ട്, തീമിസൈലുകളുണ്ട്. തീമിസൈലുകൾ തട്ടും ഇനി അങ്ങോട്ട് പോയാൽ എന്ന് ജിന്നുകൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ജിന്ന് എന്ന് പറയുന്ന വിഭാഗം ഖുർആൻ അവസാനിപ്പിച്ചത് പോലും മിനൽ ജിന്നത്തി വന്നാസ്, അവിടെയും പറഞ്ഞു ജിന്നിനെ അല്ലേ. അപ്പോ ജിന്നുകളിൽപ്പെട്ട വഴിപിഴച്ച വിഭാഗമാണ് ശൈത്താന്മാർ. മനുഷ്യരിൽപ്പെട്ട വഴിപിഴച്ച ആളുകളും ശൈത്താന്മാരാണ്. ജിന്നുകളിലും മനുഷ്യരിലും പെട്ട വഴിപിഴച്ച തെമ്മാടികളായ സത്യനിഷേധികളായ ആൾക്ക് പരിശുദ്ധ ഖുർആൻ വെച്ച പേരാണ് ശൈത്താൻ. വകദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവ്വ, എല്ലാ നബിമാർക്കും ശത്രുക്കൾ വന്നു. ശയാത്വീനൽ ഇൻസി വൽ ജിന്ന്, നബിമാരുടെ ശത്രുക്കൾ ആരായിരുന്നു? മനുഷ്യ ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താന്മാർ. അല്ലാഹുവേ നിന്നിൽ അഭയം തേടുന്നു, മിനൽ ജിന്നത്തി വന്നാസ്, ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട പിശാചുക്കളിൽ നിന്ന് നിന്നിൽ അഭയം തേടുന്നു. ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന സൂറത്തിന്റെ അവസാനത്തിൽ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ജിന്ന് എന്ന സംഗതി ഉണ്ട്. ജിന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ ഈ ആയത്തും ഹദീസൊക്കെ വിവരിച്ചതിന് ശേഷം പണ്ഡിതന്മാർ പറഞ്ഞു, ഫമൻ അങ്കറൽ ജിന്ന, ഒരാൾ ജിന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ ഔ തഅവ്വല ഫീഹിം തഅവീലൻ യുഖ്രിജുഹും ബിഹി അൻ ഹാദിഹിൽ ലാഹിരി, ഖുർആനും ഹദീസും പഠിപ്പിച്ച ഈ ബാഹ്യമായ വാക്കുണ്ടല്ലോ ജിന്ന് എന്ന പേര്, അതിൽ വിശ്വസിക്കാതെ വേറെ വ്യാഖ്യാനങ്ങൾ കൊടുത്തു. ഖുർആനും ഹദീസും പറഞ്ഞു തന്ന രീതിയിലല്ലാതെ ജിന്നിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചു. എന്നാൽ ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാണ്. കാട്ടുജാതി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നവർ കാഫിറുൻ, അവർ കാഫിറുകളാണ്. അവന്റെ രക്തം ഇസ്ലാമിക ഗവൺമെന്റിന് ഹലാലാണ്, അവനെ കൊന്നുകളയാൻ ഇസ്ലാമിക രാജ്യത്തിന് അധികാരമുണ്ടായിരിക്കും. അങ്ങനത്തെ കാഫിറാണ്. വൽ ജിന്നു യതസവ്വറൂന ഫീ സുവരിൽ ഇൻസി വൽ ബഹായിം, ഈ ജിന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പഠിക്കണമല്ലോ. ജിന്ന് യതസവ്വറൂന ഫീ സുവരിൽ ഇൻസി വൽ ബഹായിമി, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപത്തിൽ വരും. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപത്തിൽ ജിന്ന് വരും. വഫീ സുവരിൽ ഹയ്യാത്തി വൽ അഖാരിബി, പാമ്പിന്റെ രൂപത്തിൽ വരും, തേളിന്റെ രൂപത്തിൽ വരും. വഫീ സുവരിൽ ഇബിലി വൽ ബഖരി വൽ ഗനമി വൽ ഹമീരി വൽ ബിഗാൽ, ഒട്ടകത്തിന്റെ, പശുവിന്റെ, ആടിന്റെ, കോവർ കഴുതയുടെ ഒക്കെ രൂപത്തിൽ ആര് വരും? ജിന്നുകൾ വരും, രൂപാന്തരപ്പെട്ടു വരുന്നതാകുന്നു. വഫീ സുവരി തുയൂർ, പക്ഷികളുടെ രൂപത്തിലും ജിന്നുകൾ വരും. വഫീ സുവരി ബനി ആദം, മനുഷ്യ രൂപത്തിലും വരും. കമാ അത്തശൈത്വാനു ഖുറൈശൻ, ഖുറൈശികളുടെ മുന്നിലേക്ക് ശൈത്വാൻ വന്നതുപോലെ ഫീ സൂറത്തി സുറാഖത്ത് ബിനി മാലിക്, സുറാഖത്ത് ബിനു മാലിക് എന്ന മനുഷ്യന്റെ രൂപത്തിൽ ശൈത്വാൻ ഖുറൈശികളുടെ അടുത്തേക്ക് വന്നതുപോലെ. ഇത് ഖുർആൻ പറഞ്ഞ സംഭവമാണ്. ബദറിന്റെ പശ്ചാത്തലത്തിൽ ഖുറൈശികൾക്ക് എല്ലാം ഓക്കെയാണ്, നല്ലൊരു ഉൾഭയം അവർക്ക്, ഒരു ഉൾഭയം. എങ്ങനെ ഇവന്മാർക്ക് വല്ലാത്ത ധൈര്യമാണല്ലോ, ആയുധം കുറവ്, ആള് കുറവ്, എന്നിട്ടും എന്തൊരു വീര്യത്തോടുകൂടെ, എന്തൊരു ധീരതയോടുകൂടെയാണ് അവർ ബദറിലേക്ക് വരുന്നത്. ഒരു ഉൾഭയം അവർക്കുണ്ടായി.
ഈ സമയത്ത് ശൈത്താൻ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ കയറി വന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? പേടിക്കണ്ടോ, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വന്ന നിങ്ങളുടെ അടുത്ത നാട്ടുകാരനാ. ഈ സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇവരുടെ അടുത്ത നാട്ടുകാരനാ. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത നാട്ടിലുള്ള ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്, നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തരുള്ളൂ, നിങ്ങൾക്ക് ഒരിക്കലും പരാജയം വരൂല എന്ന് പറഞ്ഞു. പറയുകയും അങ്ങനെ രണ്ട് സൈന്യവും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ അംഫാലിൽ കാണാം ഈ സംഭവം. ഖുർആനാ പറയുന്നത്, പിശാച് അവരുടെ കുതന്ത്രങ്ങളെ കമനീയമാക്കി അലങ്കാരമാക്കി ആ ഖുറൈശികൾക്ക് കാണിച്ചു കൊടുത്തു. വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾ പരാജയപ്പെടില്ല. വഖാല, ശൈത്വാൻ പറഞ്ഞു, ഖുറൈശികളോട് പറഞ്ഞു, ബദർ യുദ്ധത്തിന് പോകാൻ നിൽക്കുന്ന അവരോട് പറഞ്ഞു, ലാ ഗാലിബ ലക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾ പരാജയപ്പെടൂല കേട്ടോ. ഇന്നി ജാറുൽ ലക്കും, ഞാൻ നിങ്ങളുടെ അയൽക്കാരനാ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഖുർആൻ പറയുന്നു, ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈ വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൗൻ. പിശാച് പറഞ്ഞു, ഫലമ്മാ തറാഅത്തിൽ ഫിഅതാൻ, രണ്ട് ഗ്രൂപ്പ് ഏറ്റുമുട്ടിയപ്പോ, ഖുറൈശികളുടെ ഗ്രൂപ്പും സത്യവിശ്വാസികളുടെ ആളുകളും ഏറ്റുമുട്ടിയപ്പോ, നകസ അലാ അഖിബൈ, പിശാച് ഇവൻ തടി സലാമത്താക്കി. എന്നിട്ട് പറഞ്ഞു, അവൻ പറഞ്ഞു, ഞാൻ ഇന്നി ബരീഉം മിൻകും, ഇല്ല ഞങ്ങളപ്പല്ല. കാരണം എന്തേ? ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്ത പലതും ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്, അവിടെ എനിക്ക് ഇനി ഇവിടെ നിന്നാ പറ്റൂല. എന്തേ സംഭവം? മലായിക്കത്തിന്റെ ഇറങ്ങി മുസ്ലിങ്ങളെ സഹായിക്കാൻ. മലക്കുകളെ വരവ് ആളുകൾക്ക് കാണൂലല്ലോ, ഖുറൈശികൾ കാണൂല, സഹാബികളും കാണൂല. സഹാബികൾ തന്നെ പറഞ്ഞു, എന്തൊരു അത്ഭുതമായിരുന്നു, വാളുകൾ പൊക്കുമ്പോഴേക്ക് ശത്രുവിന്റെ തല അതാണ്. എന്താ കാരണം? പിന്നെയാണ് ആയത്തിറങ്ങിയപ്പോഴാണ് മലക്കുകളെ ഇറക്കിയും നിങ്ങളെ സഹായിച്ചിരിക്കുന്നു എന്നുള്ള അള്ളാഹുവിന്റെ വചനം വന്നപ്പോഴാ കാര്യം പിടികിട്ടിയത്. അപ്പൊ പിശാചിനറിയാം മലക്കുകളുടെ സാന്നിധ്യം. പിശാച് മലക്കുകളെ കണ്ടപ്പോ പെട്ടെന്ന് പിടിവിട്ടു പോയി. ഇനി ബരീ ഉമ്മിൻ കുഞ്ഞാ സലാമത്താകുകയാണ്, അതുകൊണ്ട് ഞാൻ അല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ പറഞ്ഞതിനനുസരിച്ച് മനുഷ്യരൂപത്തിലും പിശാച് വരും. അപ്പൊ ജിന്ന് പല രൂപത്തിലും വരും. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അപ്പൊ പല രീതിയിലും വരും. ഇപ്പൊ ഈ സർപ്പം എന്നൊക്കെ കേൾക്കുമ്പോഴേക്ക് ഇപ്പൊ സാധാരണ എല്ലായിടത്തും സർപ്പം. എൻ്റെ നാട്ടിലൊക്കെ വല്ല കാവില് അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചില ഹൈന്ദവ സഹോദരന്മാർ ചില ഈ വിദ്യകളൊക്കെ മന്ത്രവാദികളായിട്ടുള്ള ആളുകളെ വീടിന്റെ പരിസരത്താണ് സർപ്പകാവ് ഉണ്ടാവുക. ഇവിടെ മുസ്ലിങ്ങളെ വീട്ടിലൊക്കെ കാവ്, അവിടെയും പൂജ. സർപ്പം എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, അത് നിഷേധിക്കാൻ പറ്റൂല. സർപ്പം എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതെന്താ സാധനം? ജിന്നാണത്. അതെന്താ മുസ്ലിയാർ അങ്ങനെ പറയാൻ കാരണം? സഹീഹ് മുസ്ലിമിലുള്ള വളരെ വ്യക്തമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഒരിക്കൽ, ഇന്ന ഫിൽ മദീന, നമ്മുടെ ഈ നാട് മദീനയിൽ, നഫറം മിനൽ ജിന്നി, ഒരു വിഭാഗം ജിന്നുകൾ ഖദ് അസ്ലമു, എൻ്റെ അടുത്ത് വന്ന് മുസ്ലിങ്ങളായി പോയിട്ടുണ്ട്. സ്വഹാബികളോട് പറയാൻ, മുസ്ലിയാർ എന്താ ഇങ്ങനെയൊക്കെ സർപ്പുണ്ട് എന്നൊക്കെ പ്രസംഗിക്കുന്നത്? എന്നാൽ ഈ മുസ്ലിയാർ അർത്ഥം പറയുന്ന ഖുർആനും ഹദീസും ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അർത്ഥം പിഴപ്പിച്ച് പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരുത്തണം, റൂമിൽ ചെന്ന് തിരുത്താൻ നിൽക്കരുത്. അറബി ഭാഷ അറിയുന്ന അനേകം പണ്ഡിതന്മാർ ഈ സദസ്സിലുണ്ട്. തെറ്റിക്കഴിഞ്ഞാൽ അപ്പ തിരുത്തണം, അവിടെ അർത്ഥം വെച്ചത് ശരിയായില്ല എന്ന് പറയണം. ഇത് ഖുർആനും ഹദീസോ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാൻ കേട്ടു. എന്താ? ഇന്ന ഫിൽ മദീന, നിശ്ചയം മദീനയിൽ, നഫറം മിനൽ ജിന്നി ഖദ് അസ്ലമു, ഒരു വിഭാഗം ജിന്നുകൾ എൻ്റെ അടുത്ത് വന്ന് മുസ്ലിങ്ങളായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ സ്വഹാബികൾ, അതുകൊണ്ട് നിങ്ങൾക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫമൻ റആ ശൈഅം മിൻ ഹാദിഹിൽ അവാമിരി, ഇനി നിങ്ങളിൽ ആരെങ്കിലും വീടിന്റെ പരിസരത്ത്, പള്ളിയുടെ പരിസരത്ത് പാമ്പിനെ കണ്ടാൽ ഫഅ്ദുനൂഹു സലാസ, 3 തവണ അതിനോട് നിങ്ങൾ പോകാൻ പറയണം. വമൻ റആ ശൈഅൻ മിൻ ഹാദിഹിൽ അവാമിരി, എൻ്റെ അടുത്ത് വന്ന് ചില ജിന്നുകൾ മുസ്ലിങ്ങളായി പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീടിന്റെ പരിസരത്തൊക്കെ പാമ്പിനെ കണ്ടാൽ ഫൽയുഇദിൻഹു സലാസ, 3 തവണ അതിനോട് പൊക്കോളാൻ പറയണം. ഫഇൻ ബദാലഹു ബഅദു, എന്നിട്ടും അത് പോയില്ലെങ്കിൽ ആ പാമ്പിനെ നിങ്ങൾ കൊന്നുകളയണം. ഫഇന്നഹു ശൈത്താൻ, അത് ശൈത്താനാണ്.
അല്ലെങ്കിൽ പാമ്പ് വർഗത്തിൽപ്പെട്ട സാധനമാണ്, നിങ്ങൾക്ക് ധൈര്യമായി കൊല്ലാം. അതുകൊണ്ട് 3 തവണ പൊക്കോളാൻ പറയണം. കാരണം കുറച്ച് ജിന്നുകൾ എൻ്റെ അടുത്ത് വന്ന് മുസ്ലിങ്ങളായിട്ടുണ്ട്, അവർ ഈ രൂപത്തിൽ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നതാണ്, ലോക മുസ്ലിങ്ങൾ. ഇത് യുക്തി കൊണ്ട് തള്ളുന്നവന് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഇല്ലേ ഇല്ല. അതുകൊണ്ട് എൻ്റെ അടുക്ക്, എൻ്റെ ചാരത്ത് വന്നുകൊണ്ട് ഒരു വിഭാഗം ജിന്നുകൾ ഇസ്ലാം മതം ആശ്ലേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫമൻ റആ ശൈഅൻ മിൻ ഹാദിഹിൽ അവാമിരി, വീടിനടുത്ത് ആരാധനാലയങ്ങൾക്കടുത്ത് നിങ്ങൾ കാണുന്ന പാമ്പുകൾ, അങ്ങനെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഫഅ്ദുനൂഹു സലാസ, 3 തവണ പോകാൻ പറയണം. അങ്ങനെ പാമ്പിനണ്ട പൊക്കോളൂ പൊക്കോളൂ പൊക്കോളൂ, ഒരൊറ്റടി, അങ്ങനല്ല. അതിനോട് പോകാൻ പറയാ, പോകാനുള്ള അവസരം കൊടുക്കുക. 2ാമതും പറയാ, 3ാമതും പറയാ. എന്നിട്ട് പോകുന്നില്ലെങ്കിൽ ലിയഖ്തുൽഹു, അതിനെ നിങ്ങൾ കൊല്ലുക, ധൈര്യമായിട്ട് കൊല്ലാം. ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തങ്ങൾ പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു അലൽ മിമ്പർ, ഒരു ദിവസത്തെ ഖുതുബ മിമ്പറിൽ വെച്ച് നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ആരാ പറയുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. എന്താ കേട്ടത്? മുസ്ലിങ്ങളെ, നിങ്ങൾ ഉഖ്തുലുൽ ഹയ്യാത്ത്, നിങ്ങൾ പാമ്പിനെ കൊല്ലണം. ഒരു ദിവസത്തെ ഖുതുബ പാമ്പിനെ കൊല്ലുന്നതിനെ കുറിച്ച്. നിങ്ങൾ പാമ്പുകളെ കൊല്ലണം. കാരണം പാമ്പ് എന്ന് പറയുന്നത് ജനവാസ യോഗ്യ ജനങ്ങൾ താമസിക്കുന്ന ഭാഗത്തേക്ക് അവൻ ഇറങ്ങി വന്നാൽ നിങ്ങൾ അവകളെ കൊല്ലണം. പല വിപത്തുകളും ദുരന്തങ്ങളും പാമ്പ് എന്ന ജീവി ഉണ്ടാക്കും. തേളും അങ്ങനെ, മരുഭൂമിയിലെ തേളിന് പാമ്പിനേക്കാൾ വിഷമുള്ള തേളുകളുണ്ട് അത്രേ. ഏതായിരുന്നാലും നിങ്ങൾ പാമ്പുകളെ കൊല്ലണം എന്നായിരുന്നു അന്നത്തെ ഖുതുബ. ഇത് കേട്ട ഒരു സഹാബിയാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് ശേഷം വീടിന്റെ പരിസരത്തിൽ പാമ്പിനെ കേട്ടപ്പോൾ, യാ റസൂല് പറഞ്ഞതാണല്ലോ, നിക്കടാ അവിടെ ഹംക, നിന്നെ കൊന്നിട്ട് ആ കൂലി എനിക്ക് വാങ്ങണം എന്നും പറഞ്ഞ് ആ പാമ്പിന്റെ പിറകെ വടിയും കൊണ്ട് പോയപ്പോ ഫനാദാനി അബൂ ലുബാബ, എന്നെ അബൂ ലുബാബ എന്ന സഹാബി എന്നെ വിളിക്കുകയാണ്. ഇതിനെ കൊല്ലാൻ വേണ്ടി ഞാൻ ധൃതിയിൽ പോകുമ്പോ എന്നെ വിളിച്ചു ഒരു സഹാബി, അബൂ ലുബാബ, ലാ തഖ്തുൽ, കൊല്ലല്ലേ, പാമ്പിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു, എന്താ സഹോദരൻ, എന്താ കൊന്നാല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ വെച്ച് ഖുതുബക്കിടെ പാമ്പുകളെ കൊല്ലാൻ പറഞ്ഞല്ലോ, അത് സുന്നത്താണല്ലോ, അത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, പിന്നെന്താ ഇയാൾ ഇങ്ങനെ പറയുന്നത്? അപ്പൊ ഈ വിളിച്ച സ്വഹാബി പറഞ്ഞു, ഫഖദ് നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദു, ശേഷം നബി വിലക്കി, അൻ ദവാത്തിൽ ബുയൂതി വഹിയൽ അവാമിറു, വീടിന്റെ പരിസരത്തും പള്ളികളുടെ പരിസരത്തൊക്കെ ഈ കാണുന്ന പാമ്പുകളെ നിങ്ങൾ ഒറ്റ അടിക്ക് കൊല്ലരുത് എന്ന് പറഞ്ഞ് വിലക്കിയ സദസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. അത് ഇയാൾ കേട്ടിട്ടില്ലല്ലോ, എന്നാ അതും കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് പാമ്പിനെ കാണുമ്പോൾ ഇനിയിപ്പോൾ ഈ വഴുത് കേട്ട ആളുകൾ ഇനി പാമ്പിനെ കണ്ട ഒക്കെ അതിനെ ജിന്നാക്കി നിങ്ങൾ അതിനെ പൂജിച്ച് നടക്കണ്ട. എവിടെ പാമ്പുണ്ടാലും അതാ ജിന്ന്. പണ്ടൊരു മുസ്ലിയാർ ഇങ്ങനെ ലൈലത്തുൽ ഖദറിന്റെ മഹാത്മ്യമൊക്കെ വഴുതു പറഞ്ഞിട്ട് തനസ്സലുൽ മലായിക, മലക്കുകൾ ഒന്നാകെ ഇറങ്ങി വരും. മലക്കുകൾ എന്ന് പറഞ്ഞാൽ നായയുടെയും പന്നിയുടെയും രൂപമല്ലാത്ത രൂപങ്ങൾ സ്വീകരിക്കുന്നവരാണ് ആര്? മലക്കുകൾ എന്നൊക്കെ വഴുതു പറഞ്ഞു കൊടുത്ത് 27-ാം രാവിലെ ഇക്കാക്ക അങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതുന്ന ഇടയിൽ അയൽവക്കത്തെ പശു കയറ് പൊട്ടിച്ച് വന്നപ്പോൾ ഇതാ വന്നിരിക്കുന്നു ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞതുപോലെ മലക്കല്ലേ, മലക്കായിരിക്കും, അതിനെ പിടിച്ചു കെട്ടല്ലേ അത് ലൈലത്തുൽ ഖദറാന്ന് ഇക്കാക്ക പറഞ്ഞ് വിവരമില്ലാത്ത ഇക്കാക്ക എന്ന മാതിരി. ഇനി എവിടെ പാമ്പ് കണ്ടാലും പഠിച്ചവനെ ജിന്നാണ്, കാണേണ്ടവരൊക്കെ കണ്ടോളി, ഞങ്ങൾക്ക് വേണ്ട, അത് വേണ്ട. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലണ്ടല്ലോ പഴകി ദ്രവ്യ ഒരുപാട് വയസ്സുള്ള മാതിരി മണ്ണിന്റെ നിറമുള്ള ഒരു പ്രത്യേക വിചിത്ര പാമ്പുകളൊക്കെ കാണും. ഇപ്പൊ അനിമൽ പ്ലാനറ്റിലൊക്കെ നമ്മൾ പാമ്പ് പിടുത്തക്കാരെയൊക്കെ പല പാമ്പുകളെ അവർ പരിചയപ്പെടുത്തുന്നുണ്ട്, അതിലൊന്നും കാണാത്ത വിചിത്രമായ പാമ്പ്. അപ്പൊ അങ്ങനെ വീടിന്റെ അടുത്ത് ഒക്കെ അങ്ങനെ കണ്ടാൽ അതിനോട് 3 തവണ പോകാൻ പറയണം. അല്ലാതെ കൊന്നാന്തറിയും, ചിലപ്പോൾ വിവരം അറിയും. കാരണം എന്താ, ജിന്നു വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ ഉപദ്രവം, ശാരീരികവും മാനസികവുമായ ഉപദ്രവം അതിൻ്റെ ഭാഗത്തു നിന്ന് വരാം. ഇൻഷാ അല്ലാഹ് ഈ വിഷയം നിങ്ങൾ A to Z കേട്ടിട്ട് പ്രതികരിക്കുക. ഇപ്പൊ പറഞ്ഞു കേട്ടിട്ട് ജിന്നുണ്ട് സർപ്പുണ്ട് എന്ന് മാത്രം കേട്ട് പോകല്ലേ. ഇതിലുള്ള 2 വശം, ഇരുവശവും നിങ്ങൾ ഇൻഷാ അല്ലാഹ് കേൾക്കണം. നമുക്ക് ഘട്ടം ഘട്ടമായി ഇത് വിവരിക്കാം.